മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസൗകര്യം കാണത്തില്ലയോ? ജനറൽ സെക്രട്ടറി ആണെന്ന് പോകുന്നതല്ലല്ലോ, വേറെ ആരും അയക്കാനല്ലേ? അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സമയം പോലെ സമയം കൊടുക്കും. എപ്പോഴും മുഖ്യമന്ത്രി തിരക്കുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു പല മുഖ്യമന്ത്രിമാരോട് ഇരുന്നിട്ടുള്ള ആളാണ്, മന്ത്രിയായിട്ടും MLA ആയിട്ടും ഒക്കെ. പക്ഷേ അവർക്ക് അവരുടെ തിരക്കുണ്ട്, സമയം കൊടുക്കുന്നതിന് അവർക്കൊരു പരിമിതി കാണും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, VD സതീശനെ അവനെന്നൊക്കെ വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അത് ഏത് പാർട്ടി ആവട്ടെ എന്ന്, അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. അത്തരം പ്രയോഗം യോജിക്കില്ല ഒരു കാരണവശാലും. കാരണം മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്നെൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്, അദ്ദേഹം മാനിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം കൊടുക്കേണ്ട സ്റ്റാറ്റസ്, നമ്മൾ റെസ്പെക്റ്റും നമ്മൾ കൊടുക്കണം. ആരായാലും കൊടുക്കണം, ഞാനായാലും കൊടുക്കണം, വേറെ ആളായാലും കൊടുക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെയൊന്നും അവനെവനെന്നൊന്നും വിളിക്കാൻ ആർക്കും അധികാരമില്ല. അത് അന്തസ്സല്ല, തറവാടിത്തമല്ല. പിന്നെ എൻ്റെ അഡ്രസ്സ് കളയും എന്ന് പറഞ്ഞാൽ, എൻ്റെ അഡ്രസ്സ് R. ബാലകൃഷ്ണപിള്ളയുടെ സൺ ഓഫ് R. KB ഗണേഷ് കുമാർ, സൺ ഓഫ് R. ബാലകൃഷ്ണപിള്ളൈ, വീട് വാളാണ്. ഇതാണ് എൻ്റെ അഡ്രസ്സ്. രണ്ടാമത്തെ അഡ്രസ്സ് 19 വയസ്സിൽ മലയാള സിനിമയിൽ വന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായ KB ഗണേഷ് കുമാർ. 25 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന, മതേതര വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന, 25 വർഷത്തിലധികമായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. അത് ജനങ്ങളുടെ ഔദാര്യം അല്ലാതെ മറ്റൊരു ഔദാര്യമില്ല. ആദ്യം മകനെന്ന നിലയിൽ എൻ്റെ അച്ഛൻ്റെ ഔദാര്യം, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അത് കഴിഞ്ഞാൽ മറ്റെല്ലാം ജനങ്ങളുടെ, കലാകാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച അവർക്കാണ് ഈ അധികാരം. എൻ്റെ അഡ്രസ്സ് അവരിൽ നിന്നുണ്ടായതാണ്, അല്ലാതെ വേറെ ആരുടെയും സഹായം കൊണ്ട് വളഞ്ഞ വഴി കൂടെ ഉണ്ടായ അഡ്രസ്സല്ല. ആ അഡ്രസ്സ് കളയാൻ ആർക്കും പറ്റത്തില്ല. അല്ല, അത് മുഖ്യമന്ത്രി, ഞാൻ അറിയുന്ന VD സതീശൻ എന്ന മുഖ്യമന്ത്രിയായിട്ടല്ല, ഞാൻ അറിയുന്ന VD സതീശൻ പോവില്ല. ഞാൻ ഇന്നുവരെ 25 വർഷം ഞാൻ അറിയുന്ന എൻ്റെ എനിക്ക് പരിചയമുള്ള അടുപ്പമുള്ള VD സതീശൻ അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും പോവില്ല. അയാൾ ആദർശമൊന്നും വിട്ട് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ. അത് ഞാൻ ഈ മുഖ്യമന്ത്രിയെ ഇടാവൂടാന്നൊക്കെ വിളിക്കുന്ന അവനെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചിലർ പദപ്രയോഗം നടത്തിയപ്പോഴും നമ്മൾ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചില ആളുകൾ ഇവനൊക്കെ പറഞ്ഞു, അയാൾ അതൊന്നും പറയാൻ പാടില്ല. പൊസിഷനാണ്, പ്രോട്ടോകോളാണ്. അത് മാനിക്കുക എന്നുള്ളതാണ് ഒരുപാട് തറവാടിത്തം. അദ്ദേഹത്തെ ആ ഒരു ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 26 വർഷമായിട്ട് നല്ല സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ അത് വേറെ കാര്യം. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. സതീശൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ഞാൻ കണ്ട സതീശൻ പോകാൻ സാധ്യതയില്ല. ഞാൻ അറിയുന്ന സതീശൻ, അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അവരപ്പോഴല്ല. ഞാൻ മനസ്സിലാക്കിയ, എന്നോട് 26 വർഷമായി പരിചയമുള്ള സതീശൻ അങ്ങനെയൊന്നും പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൊച്ചുടനില്ലാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, പോകണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല.